ഇന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല PV അൻവർ എന്ന CPM MLA പറയുകയാണ്, ഞാൻ മുഖ്യമന്ത്രിയെ ഒരു പിതാവിനെ പോലെയാണ് കാണുന്നത്, ഒരു മകന്റെ ധർമ്മം എന്ന കാര്യമാണ് ഞാൻ നിറവേറ്റുന്നത്. എൻ്റെ ജീവൻ അപകടത്തിലായേക്കാം, പക്ഷേ ഞാൻ മുഖ്യമന്ത്രിയെ കൊലച്ചതിക്ക് വിട്ടുകൊടുക്കില്ല എന്ന്. നമ്മൾ സീരിയലിലെ ഡയലോഗല്ല ഈ കേൾക്കുന്നത്, സിനിമയിലെ ഡയലോഗല്ല ഈ കേൾക്കുന്നത്, നമ്മുടെ ആധുനിക കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ഞാൻ കൊലയ്ക്ക് വിട്ടുകൊടുക്കില്ല, ഞാൻ ചിലപ്പോൾ മരിച്ചേക്കാം എന്ന ഒരു MLA പറയേണ്ടി വരുന്ന ഒരു മാഫിയ സ്റ്റേറ്റിലേക്കൊക്കെ നമ്മൾ മാറിപ്പോയോ, അതോ ഇത് അതിശയോക്തിയാണോ? ശ്രീ PV അൻവർ അത് പറയുമ്പോൾ അദ്ദേഹം ആരെയാണ് ചെറുതാക്കുന്നതെന്ന് സ്വയം ചിന്തിച്ചാൽ നന്നായിരിക്കും. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, സർവ്വ സൈന്യാധിപൻ, തനിക്ക് മുകളിൽ വേറെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത രീതിയിൽ ഉഗ്രപ്രതാപിയായി നിൽക്കുന്ന പിണറായി വിജയനെ സംരക്ഷിക്കാൻ PV അൻവർ എന്ന MLA അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശേഷി ഉപയോഗിച്ചും വക്രബുദ്ധി ഉപയോഗിച്ചും പോലീസിൻ്റെ ഫോൺ ചോർത്തി രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ സംരക്ഷിക്കേണ്ട ഗതികേടിലേക്ക് എത്തിയെങ്കിൽ പിന്നെ ആ സ്ഥാനത്തിരിക്കാൻ പിണറായി വിജയൻ ഒട്ടും യോഗ്യനല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് PV അൻവറിന് പോലും അങ്ങനെ ഒരു തർക്കം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി രാജ്യത്ത് നിയമവിരുദ്ധമായി പ്രവർത്തനങ്ങൾ നടത്തുകയും ആ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ഒരു സ്വന്തം പാർട്ടിയിലെ MLA ആണെന്ന് ഒരു MLA പരസ്യമായി പറയുന്നെങ്കിൽ അത് കേട്ടുകൊണ്ട് ആ സ്ഥാനത്ത് മുഖ്യമന്ത്രി ഇരിക്കുന്നെങ്കിൽ പിന്നെ എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോട് മറ്റൊന്നും പറയാനില്ല. അതാണ് എൻ്റെ വസ്തുത. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മുടെ ശ്രീ M ജയചന്ദ്രൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി. ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോട് പരാതിപ്പെടണം. എന്താ ഇന്ന് പറയാതെ പറഞ്ഞു വെച്ചത് PV അൻവർ? താൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. താൻ പറയുന്ന ഒന്നും കേൾക്കാതെ അല്ലെങ്കിൽ P ശശിയിലും MR അജിത് കുമാറിലും മാത്രം മുഖ്യമന്ത്രി വിശ്വസിച്ച് നിൽക്കുന്നു. എനിക്ക് മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് ഞാൻ പരസ്യമായി പറയേണ്ടി വന്നു. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി എനിക്ക് നിയമവിരുദ്ധമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തേണ്ടി വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ അവിടെ ജയചന്ദ്രൻ പറഞ്ഞെന്താ? ജയചന്ദ്രൻ പറയുന്നത് ഇദ്ദേഹത്തിന് BJPയുമായും ഇദ്ദേഹത്തിന് കോൺഗ്രസുമായും ഒക്കെ ബന്ധമുണ്ട്. ആർക്കാ? MR അജിത് കുമാറിന്. അതുകൊണ്ടാണ് ഒരു പക്ഷേ MR അജിത് കുമാറിനെ പ്രധാനമന്ത്രിയോടൊപ്പം അന്ന് വിട്ടതെന്നാണ്. ഈ പ്രധാനമന്ത്രി ചോദിച്ചോ ഇന്ന് IPS ഉദ്യോഗസ്ഥനെ എന്നോടൊപ്പം വിടണമെന്ന്? പ്രധാനമന്ത്രി പറഞ്ഞോ DGP വേണ്ട, എനിക്ക് അഡീഷണൽ DGP മതിയെന്ന്? പ്രധാനമന്ത്രി പറഞ്ഞോ DGP ADGP ലോ ആൻഡ് ഓർഡർ മതി എനിക്ക് ഇക്കാര്യങ്ങൾ വിവരിക്കാനെന്ന്? അതാരാ തീരുമാനിച്ചത്? ഈ വയനാട്ടിലെ ദുരന്തമുണ്ടായപ്പോൾ അവിടെ ഇതിൻ്റെ മുഴുവൻ ചുമതലയും കൊടുത്തിരുന്നത് ഈ ADGPക്ക് തന്നെയാണ്. ചുമതല സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്യായിരുന്നു. അദ്ദേഹം മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസും അദ്ദേഹവും തമ്മിൽ നടക്കുന്ന അവിടെ ആ പ്രദേശങ്ങളിലൊക്കെ പോകുന്നതും അതിൻ്റെ PR വർക്കും ഒക്കെ നമ്മൾ ഒത്തിരി കണ്ടതാണ്. അവിടുത്തെ സർവാധികാരിക്കാരൻ അദ്ദേഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ്. അപ്പോൾ അങ്ങനെ ശ്രീ ജയചന്ദ്രൻ പറയുമ്പോൾ ജയചന്ദ്രൻ മനസ്സിലാക്കേണ്ടത് PV അൻവർ പഴയ കോൺഗ്രസ്സുകാരനാണെന്നേ. PV അൻവർ പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം അതിനുശേഷം DICയിൽ പോയി. അതിനുശേഷം അദ്ദേഹത്തിന് CPM സ്വതന്ത്രരായി കൊണ്ടുവന്നു, മത്സരിപ്പിച്ചു, 2 പ്രാവശ്യം ജയിപ്പിച്ചു. നിങ്ങൾ ഏറ്റെടുത്തതാ, നിങ്ങൾ അനുഭവിക്കുന്നേ, നിങ്ങൾ അനുഭവിച്ചേ മതിയാവൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ PV അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ, അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, ഇതിനെ സംബന്ധിച്ചൊന്ന് പ്രതികരിക്കാൻ, ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം ഒരു MLA, വെറും ഒരു രാഷ്ട്രീയക്കാരനല്ലോ പറഞ്ഞേ, സ്വന്തം സന്തത സഹചാരിയായ ഒരു MLA, ഇടതുപക്ഷത്തിൻ്റെ MLA, CPMൻ്റെ സ്വതന്ത്ര MLA, ആ MLA അത് പറഞ്ഞിട്ട് അതിലെ ശരിയും തെറ്റും പറയാൻ പോലും മുഖ്യമന്ത്രിക്ക് ഇതുവരെ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചർച്ച ചെയ്യുന്നത്? എന്ത് ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം? ഇതിന് ഉത്തരവാദിത്വപരമായി ഇതിന് മറുപടി പറയേണ്ട ഭാഗത്ത് നിന്ന് ഒരു മറുപടിയും ഉണ്ടാകുന്നില്ല. പോലീസിൻ്റെ DGP എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണം വന്നോ? ഇല്ല. ഏതെങ്കിലും മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചോ? ഇല്ല. നമ്മൾ പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? ശരിയാണ്.